ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള ഒരു അവസ്ഥ എനിക്ക് വരുത്തരുതേ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചതാണ്. പിന്നൊരു രസകരമായിട്ട് ചില നുണകളൊക്കെ പൊളിക്കുന്നു ഭയങ്കര രസമല്ലേ. അതിന്റെ ഭാഗമായിട്ട് മാത്രം വിചാരിച്ചാൽ മതി, വീഡിയോ കണ്ടോ. നൈസ് ഇങ്ങനെ വല്ല ഇരുന്നപ്പോ ഇത് എടുത്തു കൊടുക്കുക, പുള്ളിക്കാരി അതിന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. ഇതിങ്ങനെ പൊടി പൊടി വരുന്നതാണ്, അതാണ് നിങ്ങൾ എടുത്ത് തരുന്നത്. അതതിന്റെ ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. ഒരിക്കലും അത് വരില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുമാത്രം സ്ട്രോങ് ആണ് എന്നാൽ ഈസി. സുഹൃത്തുക്കളെ, ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും രേണുസുധിയെ കുറിച്ചിട്ടാണ്. ബിഗ് ബോസിൽ നിന്ന് എന്തായാലും അവര് മലയാളികൾ ആഗ്രഹിച്ച പോലെ തന്നെ പുറത്തു വന്നിരിക്കുന്നു. അത് ഭീകരമായ ട്രോമയിലൂടെയാണ്, മാനസിക പ്രശ്നത്തിലൂടെയാണ്. അവിടെ കയറി അന്ന് മുതൽ അപ്പം മുതൽ അവർക്ക് സുധിയേട്ടനെ പറ്റി ഭയങ്കരമായിട്ട് ഓർമ്മ വരികയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റിയൊരു മേഖലയല്ല എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചുറ്റും ക്യാമറകൾ ഇങ്ങനെ തള്ളി നിൽക്കണം, മൊബൈൽ ക്യാമറകളും മറ്റായിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കണം. അവരെന്തെങ്കിലും കമന്റ് അടിക്കുമ്പോൾ അതിന് എതിർ കമന്റുകളൊക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അടിക്കണം. അങ്ങനെ 24 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരാളായിട്ട് മാറണമെന്നാണ് രേണുസുധിയുടെ ആഗ്രഹം. ഇവിടേക്ക് വന്നപ്പോൾ കുടുങ്ങിപ്പോയി. അത്യാവശ്യം വിവരമുള്ളവന്മാരുണ്ട്, നല്ല കഴിവുള്ളവന്മാരുണ്ട്, സിനിമാ നടന്മാരുണ്ട്, നല്ല പാട്ടുകാരുണ്ട്, ആദില നൂറ എന്ന് പറയുന്ന ആ ഒരു ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട്. ഇങ്ങനെ പല വിധത്തിലെ പല കഴിവുകളും പല മേഖലയിലുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പോഴാണ് രേണുസുധിയുടെ അവസ്ഥ എന്ന് വെച്ച് നോക്കുമ്പോൾ താൻ എന്ത് കഴിവുണ്ടായിട്ട് അവിടേക്ക് വന്നേ? എന്ത് കഴിവുണ്ടായിട്ടാ വന്നേ? ഒരു കഴിവില്ല. ഭർത്താവ് മരിച്ചു പോയതിനാൽ, ഒരു കലാകാരനായിട്ടുള്ള ഭർത്താവ് മരിച്ചു പോയതിനാൽ അതിൻ്റെ ഒരു സിമ്പതി കിട്ടി മാത്രം മുന്നോട്ട് പോയ ഒരാളാണ്. ഇനി എങ്ങനെ ജീവിക്കാന്ന് ആലോചിച്ചപ്പോൾ ഭർത്താവിന്റെ മരണം വെച്ചിട്ട് ജീവിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. അതിന്റെ സിമ്പതി വെച്ചിട്ട് അവർ മുന്നോട്ട് പോകുന്നു. എന്താ രണസുന അതിന്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് പോയി നമുക്കറിയാം. അപ്പോഴാണ് ബിഗ് ബോസ് വെച്ചിട്ട് ഇവരൊരു കാര്യം ചെയ്ത്, ഇവർ കുളിക്കൂലത്രേ. ഗംഭീരമായിട്ട് അവർ തീരെ കുളിക്കൂല. വെള്ളം എന്ന് പറഞ്ഞ സാധനം തലയുടെ മേൽക്കൂടെ ഒഴിക്കൂല എന്ന് കേൾക്കണം. അങ്ങനെ കുളിക്കാതിരുന്നത് തീരെ മുടിയില്ല ഒന്നും ആയമ്മയ്ക്ക്. അതിന്റെ ഭാഗം ഈ മുടി എക്സ്റ്റൻഷൻ വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നല്ല ചെലവുണ്ട് കേട്ടോ, നല്ല ചെലവുണ്ട് ആ പരിപാടിക്ക്. മിനിമം ഒരു 16 റുപ്യെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോളെ. മിനിമം, ഏറ്റവും നല്ല എക്സ്റ്റൻഷൻ വെക്കണമെങ്കിൽ കേട്ടോ. എന്തായാലും ആ നല്ല ചെലവുള്ള ഒരു പരിപാടിയില്ലേ, അതായ്മ ചെയ്തിട്ടുണ്ട്. വീട്ടില് ഋതപ്പനും അങ്ങനെ കുട്ടികൾക്കും മറ്റൊന്നും ജീവിക്കാനും മറ്റൊന്നും വഴിയില്ലെങ്കിലും ഒരു ഓട് മാറ്റിയിടാനും ഒരു ബൾബ് വാങ്ങിച്ചിടാൻ ഒരു ഫാന് പുതിയത് വാങ്ങിച്ചിടാൻ പൈസ ഇല്ലെങ്കിലും മുടി എക്സ്റ്റൻഷൻ ചെയ്യാനൊക്കെ ഈ ആയമ്മയുടെ കയ്യിൽ പൈസയുണ്ട്. എന്തായാലും അവരായി ചെയ്തു, അവരിഷ്ടം, അവരുടെ താല്പര്യമല്ലേ. എന്തായാലും അവരിങ്ങനെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട്, അത് ചെയ്തു. അങ്ങനെ അത് ചെയ്ത സമയത്താണ് ഇവർക്ക് ബിഗ് ബോസിലേക്ക് ക്ഷണം കിട്ടുന്നതും ബിഗ് ബോക്സിലെത്തുന്നതും. കുളിക്കാത്തതുകൊണ്ട് തലയിൽ ഫുള്ള് പേന്. അവസാനം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തലയിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്. ആ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടീമിനെ തന്നെ രേണുസുധി ഇരുന്ന് കുറ്റം പറഞ്ഞു. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ലാലേട്ടനെയും ബിഗ് ബോസിനെയും കുറ്റം പറയുന്ന വീഡിയോ വരാനിരിക്കുന്നുള്ളൂ കേട്ടോ. അത് ഈ അടുത്ത് തന്നെ വരും, സംശയം വേണ്ട, അത് വന്നിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ബിഗ് ബോസിനിട്ട് രേണുസുധി കൊട്ടും. എന്തായാലും ആ ഒരു എക്സ്റ്റൻഷൻ വെച്ചു കൊടുത്ത ആ ഒരു ആളില്ലേ, അവര് കൃത്യമായിട്ടും ഇതെന്താ കാര്യം എന്ന് പറയണ്ടത് കേട്ടോ. തന്നെ അങ്ങനെ ഫീൽ ചെയ്തു. ഇത് ഓരോരോ ഹെയർ നമ്മൾ അറ്റാച്ച് ചെയ്യും. ഇതിൽ എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ ഇളകി വരാനോ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരു ഡസ്റ്റ് പോലെ എന്തെങ്കിലും വരുമെന്ന് നിങ്ങൾക്ക് തോന്നി? ഞാൻ നല്ലപോലെ സോറി ഞാൻ പറഞ്ഞു. ഇത് കണ്ടോ, പിടിച്ചു നോക്ക്, തന്നെ അങ്ങനെ ഫീൽ ചെയ്തു. ഇൻവിസിബിൾ ആണ് കണ്ടോ. അത് ഇത് ഓരോരോ ഹെയർ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു കണ്ടോ. ഇതിൽ എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ ഇളകി വരാനോ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതൊന്നും പറ്റില്ല. ഇത് ഡീറ്റ് കൊടുക്കണം. അവർ കൃത്യമായിട്ട് പറയുന്നു. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, അവരുടെ മുടിയിൽ ഇങ്ങനെ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്. ഈ രണസുനയ്ക്ക് വെച്ച അതേ എക്സ്റ്റൻഷനാണ് അവർക്കും വെച്ചിട്ടുള്ളത്. അത് പിടിച്ച് വലിച്ചിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇതൊരു കാരണവശാലും പോരില്ല എന്ന് മാത്രമല്ല, ആ എക്സ്റ്റൻഷൻ വെച്ച എന്തൊരു തരം പ്ലാസ്റ്റിക് സാധനമുണ്ട്. അത് എത്ര പിടിച്ച് അമർത്തി കഴിഞ്ഞാലും അതിൽ നിന്ന് പൊടിയോ മറ്റോ പൊടിഞ്ഞു വരില്ല. പക്ഷെ രണസുന പറയുന്നത് മാന്തി പിടിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് കൊണ്ടുവരുന്ന സംഗതികളൊക്കെ എന്തുവാണ്? പേനാണ്. പക്ഷെ അവര് പറയുന്നത് അത് എക്സ്റ്റൻഷന്റെ പൊടി എന്നാണ്. അങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയെന്നുള്ളതാണ്. പക്ഷെ അവരിത് പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ഇതാ വരുന്നു കാര്യങ്ങളൊക്കെ വെളിവത്തായിട്ട്. താഴോട്ട് വരുന്നു. വലിച്ചു നോക്കും, ഇങ്ങനെ വലിച്ചു നോക്കും, വലിച്ചു നോക്കിയാൽ നല്ല പുഷ് നോക്കും. ഇതെങ്ങനെ റിമൂവ് വരും അല്ലെ? ഇത്രയും നല്ലത് മാത്രമല്ല, നമുക്ക് നോക്കും എങ്ങനെ വേണമെങ്കിലും സ്കാൽപ്പ് നമുക്ക് വാഷ് ചെയ്യാം.
കണ്ടോ എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്യാം കണ്ടോ എത്ര ക്ലൻസ് ചെയ്താൽ പറയാം നല്ല രീതിയിൽ. അത് മാത്രമല്ല ചിലർ പറയും ഇങ്ങനെ കുനിച്ചിട്ട് കഴുകാൻ പറ്റത്തില്ല. എങ്ങനെ വേണമെങ്കിലും കുനിച്ചിട്ട് കഴുകാം. ഇവിടെ എങ്ങും ഒരു തടസ്സവും ഇല്ല. ഇവിടെ എങ്ങും കണ്ടില്ലേ, ആ ഒരു സാധനം കഴുകാൻ പറ്റും, നന്നായിട്ട് തല വിളിക്കാൻ പറ്റും. പക്ഷെ കുളി എന്ന് പറഞ്ഞ സാധനം, വൃത്തി മേന എന്ന് പറഞ്ഞ സാധനം ആയമയ്ക്കില്ലെന്ന് കേൾക്കുന്നത്. എന്തായാലും ഇപ്പൊ ആയം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സോഷ്യൽ മീഡിയ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി, ബിഗ് ബോസിൽ ഇറങ്ങി സമയമില്ല, പെൻഡിങ് ആയിരുന്നു, ഷോർട്ട് ഫിലിമുകളുടെ പെൻഡിങ് ആയിരുന്നു. പിറ്റേ ദിവസം മുതൽ ആള് എന്താ പറയാ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ കുറച്ചു നേരത്തെ ഒരു വീഡിയോ കണ്ടത്, ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിപ്പിച്ച് വെറുപ്പിക്കുന്നില്ല, എന്തോ ഏതോ സ്ഥലത്ത് എന്തോ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പോയതാ. അപ്പൊ ആരോ ഈ വീഡിയോ എടുക്കാന്മാരൊരു കോണ്ടന്റ് എടുക്കാൻ വേണ്ടി എടുക്കുന്നമാരൊരു കമന്റ്, ചേച്ചി ഇപ്പോൾ ബിഗ് ബോസിൽ പോയി വന്നപ്പോൾ വീണ്ടും പ്രായം കുറഞ്ഞിരിക്കുന്നു. ആണടാ, ഞാൻ പ്രായം കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ തള്ളാന്മാരായിട്ടൊന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ പിന്നെ വയസ്സായി നടക്കണോ, എനിക്ക് വയസ്സായി നടക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്നാ പറയുന്നത്. എന്തേലൊക്കെ പറഞ്ഞോട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ജീവിതം അവിടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പോയിക്കോട്ടെ. ബൈ.